ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് സോയാ ചങ്ക്സ് കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാം. ഈ സോയാ ചങ്ക്സിൻ്റെ ടേസ്റ്റ് ചിലർക്കൊന്നും വലിയ ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കണമെങ്കിൽ അവർക്കും കൂടി ഇത് ഇഷ്ടപ്പെടും. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചൊവയൊന്നും അങ്ങനെ എടുത്തറിയണില്ല. വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് 1 കപ്പ് സോയ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇതിനൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്ത് നമുക്ക് ഈ കുക്കറിലിട്ടൊന്ന് അതിനെ വേവിച്ചെടുക്കാം. ഈ സോയയിലേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം, ഇതിലെ വെള്ളമൊക്കെ ഫുള്ള് കളഞ്ഞിട്ട്. ഇപ്പം വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അപ്പത്തിൻ്റെ പൊടിയായിരിക്കും നല്ലത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഒന്ന് നുറുക്കി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. വീഡിയോ മിസ്സായിപ്പോയതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഓരോ ബോളുകളാക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം.
ഇപ്പം നമ്മുടെ ഒരു സൈഡ് ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ രണ്ട് വശവും നന്നായിട്ടൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം. ഇനിയിപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. സോയ ചങ്ക്സ് കൊണ്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഞാനൊരു ടൂത്ത് പിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം എല്ലാം ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. ഈ ടൂത്ത് പിക്ക് വച്ചില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.